വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ മെക്കാനിക്കലിൽ ബിടെക് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള വർക്ക്ഷോപ്പുകളിലേക്ക് ലാബിലേക്കുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ന്റെ റിക്രൂട്ട്മെന്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതിന് മുന്നേ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതൊരു എക്സാമിന് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ ഏതൊരു എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ട്രെൻഡ് എന്തിയാ നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസത്തെ എക്സാം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര നോട്ടിഫിക്കേഷൻ സമയത്ത് എത്ര വേക്കൻസി ആയിരുന്നു ഉണ്ടായത്, അതിനുശേഷം എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, അതുപോലെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു, അതേപോലെ എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയായിരുന്നു, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവൽ എങ്ങനെയായിരുന്നു, അതേപോലെ എത്ര ഡേയ്സ് പോയിട്ടുണ്ട്, എത്രയായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത്, കട്ട് ഓഫ് വന്ന് എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്താ നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്താ അതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് അനലൈസ് ആയിട്ട് നമ്മൾ അനാലിസിസ് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ വന്നത് 2017 ഫെബ്രുവരി മാസം ഗസറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു മാസം കാലയളവിൽ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് കാറ്റഗറി നമ്പർ 1/2017 ആദ്യത്തെ വിജ്ഞാപനം എന്തായിരുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. 15,600 തൊട്ട് 19,100 വരെയാണ്. ഇത് ആ ഒരു സമയത്തുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഇപ്പൊ 40ന്റെ മേലെ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് 4 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എത്ര ഈ ഒരു റാങ്ക് ലിസ്റ്റ് എത്ര വെൽഡേഴ്സ് പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഏജ് ലിമിറ്റ് വന്ന് 20 തൊട്ട് 44 വരെയായിരുന്നു ഏജ് ലിമിറ്റ് ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ബി ടെക് ഇൻ ഇലക്ട്രിക് സോറി ബി ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക്. 60% മാർക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ട് എന്താ അപ്ലൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം എപ്പോഴായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്യുന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അതായത് 2017 ഏറ്റവും ആദ്യത്തെ വിജ്ഞാപനമായിരുന്നു. 2017 ഫെബ്രുവരി മാസമാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് എക്സാം 24/8/2017 തന്നെ എക്സാം നടന്നു. അതായത് 6 മാസത്തിനുള്ളിൽ എന്ത് എക്സാം നടന്നു. നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവാണ്, അല്ലെ? ഇപ്പോഴും അതേപോലെ തന്നെ കേരള പി എസ് സി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താ എക്സാമിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇനിയിപ്പം ഈ ജനുവരി 1-ാം തീയതി എന്താ പുതിയൊരു കലണ്ടർ വരുന്നുണ്ടാവും, എക്സാം കലണ്ടർ വരുന്നുണ്ടാവും. അതിന് മുന്നേ തന്നെ എന്താ ഇതിന്റെ മെക്കിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ ഇറങ്ങി നമ്മളൊരു ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവും, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 24/8/2017 എന്ത് നോട്ടിഫിക്കേഷൻ ഇറങ്ങി. നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് 14/1/2019 എന്ത് ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റിന് ശേഷം എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്താ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് എപ്പോഴാണെന്നില്ലാരും നമുക്ക് നോക്കാം. ജൂൺ മാസമാണ് വന്നിട്ടുള്ളത് എന്റെ ഓർമ്മ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ഏകദേശം 36ഓളം കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 30ഓളം. അത് കഴിഞ്ഞ് എന്താ സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ 63.67 മാർക്കായിരുന്നു എന്താ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 63.67 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം. ആ ഒരു സമയത്ത് ആ നോട്ടിഫിക്കേഷൻ സമയത്ത് 4 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2017 ഫെബ്രുവരി മാസം നോട്ടിഫിക്കേഷൻ വന്നു. ഓഗസ്റ്റ് മാസം എക്സാം കണ്ടക്ട് ചെയ്തു. 2019 ജനുവരി മാസം എന്ത് ചെയ്തു, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനിയിപ്പോഴെന്താ എപ്പോഴായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതില് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത് 16/5/2019 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് 4 മാസത്തിനുള്ളിൽ എന്താ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഏകദേശം 17 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, 4 വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം 17 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 10 വരെ പോയിട്ടുണ്ട്. ഈഴവ 11 വരെ പോയിട്ടുണ്ട്. എസ് സിയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് നടത്തുന്നുണ്ട്. എസ് ടി ഇന്ത്യനില് മുസ്ലിം 13, LCI 27, OBC 12 എന്നുള്ള രീതിയിൽ. അപ്പൊ ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് എത്ര, 18/4/2023 ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത്. അപ്പൊ അതിനോട് എന്താ അവിടെ ആ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റ് ആയി പോയിട്ടുണ്ടാവും, ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോ ഇനിയിപ്പോ എന്താ അതിനുശേഷം ഈ ഒരു ജൂണോ ജൂലൈയിലോ ഓഗസ്റ്റോ മറ്റോ അതിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു മാസം തന്നെ ലാസ്റ്റോടുകൂടി എന്ത് ഇറങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.